കോൺഗ്രസും ശശി തരൂരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. ഇപ്പോൾ ഇന്ന് വന്ന ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് ശശി തരൂരിനെ പ്രധാനമന്ത്രി വിളിപ്പിച്ചു എന്നും മീറ്റിംഗ് നടന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വലിയ രീതിയിലായി ചർച്ച നടക്കുകയാണ്. ശശി തരൂരിനെ എന്താണ് ശശി തരൂർ ചെയ്യുന്നത്, അതുപോലെ കോൺഗ്രസ് അതിനെ നിരീക്ഷിക്കുകയും ചെയ്യുകയാണെന്ന് പറയുന്നു. ഇതെന്താണ് ശരിക്കും ഇവിടെ ശശി തരൂരിന്റെ കാര്യത്തിൽ കോൺഗ്രസിന്റെ പറ്റുന്നത്? എനിക്ക് ഷിബിലി ഇത് കേട്ട് ചിരിയാണോ അത്? എന്താന്ന് വെച്ചാൽ കോൺഗ്രസ്, ഞാനൊന്ന് ആലോചിച്ച് നോക്കായിരുന്നു. കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ കെ.സി. വേണുഗോപാലോ ഇനിയിപ്പോ നമ്മുടെ ഗാർഗയൊക്കെ തന്നെ അവിടെ നിന്ന് ബൈനോക്കുലർ വെച്ച് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രംഗം ഒന്ന് ആലോചിച്ച് നോക്കും. ഇനി നിരീക്ഷിക്കേണ്ട ആവശ്യമൊന്നും ഇരിക്കുന്നത്, ഇദ്ദേഹം അവിടെ ചെന്ന് അവരോട് അവരുമായി യോജിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലായി, ഒന്നും ചെയ്യാനില്ല. പിന്നെ ഇതിന്റെ അടിസ്ഥാന പ്രശ്നം എന്താണെന്നുള്ളത് കോൺഗ്രസ് മനസ്സിലാക്കണം. ഇപ്പൊ G23 എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടായിരുന്നു, നമുക്കെല്ലാം അറിയാലോ, 23 പേരുടെ ഒരു സംഘം. അതിനകത്ത് ഉണ്ടായിരുന്ന ആളുകളാണ് ഒന്ന് ഗുലാം നബി ആസാദ്, കപിൽ സിബൽ, ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ. ഈ നിരവധി ആളുകളൊക്കെ തന്നെ എന്തുകൊണ്ടാണ് വിട്ടുപോയത്? കോൺഗ്രസ് അതൊന്നും ആലോചിച്ചിട്ടുണ്ട് അപ്പോഴെങ്കിലും? കാരണം ഇപ്പൊ കപിൽ സിബൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയേണ്ടത്, അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് ഒരു അഡ്വൈസ് ചോദിക്കണമെങ്കിൽ 15 ലക്ഷം രൂപ കൊടുക്കണം. ഏത് ഫോണിൽ വിളിച്ചിട്ട് ഒരു കേസ് ഉണ്ട്, ഇന്ന കാര്യമാണ്, അപ്പൊ നിങ്ങളൊന്ന് ലീഗൽ അഡ്വൈസ് പറയുന്നു പറഞ്ഞാൽ അതിന് 15 ലക്ഷം കൊടുക്കണം. ഞാൻ പറയുന്നത് ഏറ്റവും കുറഞ്ഞ പക്ഷേ ഇപ്പൊ അദ്ദേഹം സമാജ്വാദി പാർട്ടിയുടെ MP ആണ്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷേ ഇത്തരത്തിലുള്ള ഒരു അഡ്വൈസ് എങ്കിലും ചോദിക്കാറില്ല ഫ്രീ ആയിട്ട്. അതെ, മനസ്സിലായോ? അപ്പൊ ഇത്തരത്തിൽ കപിൽ സിബലിനെ പോലെ, ഇപ്പൊ ഗുലാം നബി ആസാദിനെ പോലെ, ഇനി അതിന് കുറച്ചു മുമ്പേ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ശരത് പവാറിനെ പോലെയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. മഹാരാഷ്ട്ര ശരത് പവാറും PS സാങ്മയൊക്കെ പോയപ്പോ മഹാരാഷ്ട്ര എൻറ്റയർലി അങ്ങോട്ട് പോവാണ് ഇത്. അപ്പൊ അത്തരത്തിൽ നിലവിലുള്ള ആളുകളെ കൃത്യമായി അക്കോമഡേറ്റ് ചെയ്യുകയും അവരെ പാർട്ടിയിൽ തന്നെ പിടിച്ചു നിർത്തുകയും അവരെ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്യുന്ന കാര്യത്തിൽ വലിയ പ്രശ്നം കോൺഗ്രസിനുണ്ട്. കോൺഗ്രസ് അത് മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് ശശി തരൂർ കൃത്യമായി ഉപയോഗപ്പെടുത്തിയത്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ശശി തരൂര് ഈ ഇവര് കോൺഗ്രസ് ലിസ്റ്റ് കൊടുക്കുമ്പോൾ അതിൽ ആദ്യത്തെ പേരുകാരൻ ആരായിരിക്കണം? ശശി തരൂരായിരിക്കണം ഒന്ന്. ഇനി അതല്ല, ശശി തരൂർ അങ്ങനെ പോകുന്നു എന്ന് വിചാരിക്കും. ശശി തരൂർ പോകുമ്പോൾ പോലും യഥാർത്ഥത്തിൽ കോൺഗ്രസ് സജസ്റ്റ് ചെയ്തിട്ട് ശശി തരൂർ എടുക്കുകയും ശശി തരൂർ പോവുകയും ചെയ്തിരുന്നെങ്കിൽ വലിയൊരു ഗുണം ഉണ്ടായി. എന്താ ഗുണം? നരേന്ദ്രമോദിക്ക് പോലും ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ MP-മാരെ രാജ്യത്തിന് വേണ്ടി വിട്ടുകൊടുത്തു എന്ന് പറയുന്ന ഒരു വലിയ പ്രചരണം കൊടുക്കണ്ടേ? ശശി തരൂര് UK-യിലേക്കൊക്കെ പോകുന്ന, US-ലേക്ക് പോകുന്ന സമിതിയുടെ അധ്യക്ഷനായി തിരിച്ചു വരുമ്പോ കോൺഗ്രസ് ഇവിടെ വലിയ സ്വീകരണം കൊടുക്കണം. കാരണം എന്താണ്? കാരണം രാജ്യസ്നേഹം ഇവിടെയുള്ള നമ്മുടെ എല്ലാവർക്കും ഉണ്ട്. ആ രാജ്യസ്നേഹത്തിൽ ഞങ്ങളുടെ കൂടി വലിയ പങ്കുണ്ട് എന്ന് പറയാനാണ് കോൺഗ്രസ് ശ്രമിക്കേണ്ടിയിരുന്നത്. പകരം പെറ്റി ഈഗോസിന്റെ ഒക്കെ പുറത്ത് ഇദ്ദേഹം എന്തെങ്കിലും ആയിപ്പോയാലോ എന്ന് വെച്ചിട്ട് അദ്ദേഹത്തെ തഴയാൻ തുടങ്ങി. ഇദ്ദേഹത്തെ എത്ര കാലമായി തഴയാൻ തുടങ്ങിയിട്ട്? ഇനി അടുത്ത കാര്യം എന്താ കേൾക്കുന്നത്? അടുത്ത കാര്യം എന്ന് പറയുന്നത്, ശശി തരൂരിനെ ഇപ്പൊ ഒരു സ്ഥിര സമിതി ഉണ്ടാക്കുന്നു, ആ സമിതിയുടെ അധ്യക്ഷനാക്കുന്നു എന്നുള്ളതാണ് കേൾക്കുന്നു. ഇനി സമിതിയുടെ അധ്യക്ഷനാക്കുമ്പോഴും സ്വന്തം പാർട്ടിക്കകത്ത് അദ്ദേഹത്തെ പിടിച്ചു നിർത്താനല്ലേ ഷിബിലി ശ്രമിക്കേണ്ടത്? ആ പിടിച്ചു നിർത്തി അതിന്റെ ക്രെഡിറ്റ് കൂടി അടിച്ചു മാറ്റാൻ ശ്രമിക്കേണ്ടതിന് പകരം നേരെ തിരിച്ച് എന്ത് ചെയ്യാണ്? ഈ പറയുന്ന ശശി തരൂരിന് അപ്പുറത്തേക്ക് കൊടുത്തേക്കാണ്. കോൺഗ്രസ് ഇത് ഇന്നലെ കാണിക്കാൻ തുടങ്ങിയ അബദ്ധമല്ല. ഞാൻ പറഞ്ഞുതരാം. പഞ്ചാബിൽ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ മാറ്റിയിട്ട് വളരെ ജനപ്രിയനായിട്ടുള്ള ഒരാൾ അമരീന്ദർ സിംഗിനെ മാറ്റിയിട്ട് സിദ്ധുവിനെ ഏൽപ്പിച്ചു. നെറ്റ് എഫക്ട് എന്താ? പഞ്ചാബിൽ കോൺഗ്രസ് ഇല്ലാതായി, ആം ആദ്മി പാർട്ടിയോടെ അടിച്ച് കയറി. ഇനി കോൺഗ്രസിന് അടുത്ത പറ്റിയ പ്രശ്നം എന്താ? സാംസ്കാരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും BJP അങ്ങോട്ട് വിട്ടുകൊടുത്തു. ഉദാഹരണത്തിന് ഹിന്ദു എന്ന് പറയുന്ന ഒരു വിശ്വാസം അത് പൂർണ്ണമായിട്ടും BJP ഏറ്റെടുത്തു, BJP-യുടേതാണെന്ന് പറഞ്ഞു. പട്ടേലിനെ BJP അങ്ങോട്ട് ഏറ്റെടുത്തു. മനസ്സിലായി? പട്ടേൽ പ്രതിമ വെച്ചു. പട്ടേലിന്റെ കാലത്ത് RSS നിരോധിച്ചിട്ടുള്ളതാണെന്ന് മനസ്സിലാകണം. മനസ്സിലായി? അപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ അറിയേണ്ടത്, ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലുള്ള ഒരു നമുക്കറിയാലോ സ്വാതന്ത്ര്യ സമര സേനാനി അവരെ ഏറ്റെടുക്കാനുള്ള ശ്രമം. ഇനി ഏറ്റവും ഒടുവിൽ മറിയക്കുട്ടി വീട് കോൺഗ്രസ് ആണ് വെച്ചു കൊടുത്തത്. ഏറ്റവും ഒടുവിൽ പിന്നെ കോൺഗ്രസ് എന്ത് ചെയ്തു? ആ സംഭവം കോൺഗ്രസ് നേരെ കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് BJP റാഞ്ചിക്കൊണ്ടുപോകും. അപ്പൊ ഇത്തരത്തില് ശശി തരൂർ മുതൽ മറിയക്കുട്ടി വരെയുള്ള ആളുകളെ റാഞ്ചിക്കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ കോൺഗ്രസിന് കഴിയൂ. ഈ നിലമ്പൂർ ഇലക്ഷന്റെ സമയത്ത് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവര് വരുന്നു. ഈ സമയത്ത് ശശി തരൂർ ഇങ്ങോട്ട് വരാതെ ലണ്ടനിലോട്ട് പോകാന്ന് കേൾക്കുന്നു. അപ്പൊ ഈ ഒരു പ്രശ്നം രൂക്ഷമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ പറയുന്നത്, ഈ ശശി തരൂരിന് ഈ ഇലക്ഷന് അവർക്ക് ആവശ്യമുണ്ട്, ശരിയാണ്. ഈ ഇലക്ഷൻ മാത്രമല്ല, യഥാർത്ഥത്തിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നൊരുക്കം നടക്കുന്നതിൽ യുവാക്കളെയും ഒരു എഡ്യൂക്കേറ്റഡ് ക്രൗഡിനെയും ഒക്കെ ആകർഷിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നേതാവ് ശശി തരൂരാണ്. മനസ്സിലായോ? യഥാർത്ഥത്തിൽ ശശി തരൂരിനെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തി കാണിച്ചാൽ പോലും വലിയ തോതിൽ
ജനങ്ങൾ ആകർഷിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ല. പോട്ടെ, ഇതെല്ലാം പോട്ടെ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ ഷിബില്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉത്തരേന്ത്യയിലേക്കൊക്കെ നല്ല ഗംഭീരമായി ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് ശശി തരൂർ. കോൺഗ്രസിന്റെ സ്റ്റാർ ക്യാമ്പയിനേഴ്സിന്റെ പട്ടികയിൽ ഒന്നും ശശി തരൂർ ഉണ്ടായിരുന്നില്ല. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് നടന്നു, ഹരിയാന തെരഞ്ഞെടുപ്പ് നടന്നു, മറ്റ് നിരവധി തെരഞ്ഞെടുപ്പുകൾ നടന്നു. ആ തെരഞ്ഞെടുപ്പുകളിലൊന്നും ഇത്തരത്തിൽ സ്റ്റാർ ക്യാമ്പയിനേഴ്സിന്റെ പട്ടികയിൽ ശശി തരൂർ ഇല്ല. അങ്ങനെ ഇല്ലാത്ത ഒരാൾ പിന്നെ അദ്ദേഹത്തിന്റെ വഴി നോക്കൂല. സാർ, ഇത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് അദ്ദേഹം വന്ന ഉടനെ അദ്ദേഹത്തിന് ഒരു MP സീറ്റ് കൊടുക്കുകയും അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കുകയും ചെയ്തു. എല്ലാ പദവികളും കോൺഗ്രസ് അദ്ദേഹത്തിന് കൊടുത്തു എന്നാ. എന്നിട്ട് അദ്ദേഹം കോൺഗ്രസിനെ എതിർക്കുന്നു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അതിനെ സാർ എങ്ങനെ കാണുന്നത്? ഇതൊരു ന്യായീകരണമാണ്. അതായത് ശശി തരൂർ വരുമ്പോ തന്നെ ഞങ്ങള് ശശി തരൂരിന് മറ്റേ MP സ്ഥാനം കൊടുത്തു, കോൺഗ്രസ് ആണ് ഇത്രയും കാലം നിർത്തി ജയിപ്പിച്ചത്. ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. KR നാരായണൻ ഇതുപോലെ കോൺഗ്രസ് വന്നപ്പോൾ MP ആക്കി സ്ഥാനം കൊടുത്തു, പിന്നീട് ഉപരാഷ്ട്രപതിയാക്കി, ഇത് പല കാര്യങ്ങളും ചെയ്തു. പക്ഷെ ഷിബിലി മനസ്സിലാക്കേണ്ടത്, ചില ആളുകൾ വരുമ്പോൾ അവരുടെ അല്ലെങ്കിൽ തന്നെയുള്ള കാലിബർ യൂസ് ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. അതിനുവേണ്ടി ചിലപ്പോൾ ഇതിലും വലിയ സ്ഥാനങ്ങളൊക്കെ കൊടുക്കണം. അങ്ങനെ കൊടുത്തുകൊണ്ട് മാത്രമേ ഒരു പാർട്ടിക്ക് വളരാൻ പറ്റുള്ളൂ. മനസ്സിലായ? നവീൻ പട്നായിക്ക് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത് 50ാമത്തെ വയസ്സിലാണ്. താങ്കൾക്കറിയോ? ബിജു പട്നായിക്കിന്റെ മകനാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ആ സ്ഥാനം കൊടുത്തുകൊണ്ടാണ് അവിടെ ഇത്രയും കാലം, ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷൻ തോറ്റുപോയി, ഇത്രയും കാലം ഒറീസയിൽ ഭരണം നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞത്. അപ്പൊ ഇത്തരത്തില് ആളുകൾ വരുമ്പോ ഞാൻ ചോദിക്കുന്നു, രാഹുൽ ഗാന്ധി വരുമ്പോ രാഹുൽ ഗാന്ധിയോട് ബൂത്ത് പ്രസിഡന്റ് ആക്കിയാൽ മതിയോ? അതെ, പോരാ. ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും പോരാ. നമ്മൾ ഒരു രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെ, ഇപ്പം നരേന്ദ്രമോദിയെ കണ്ട് പഠിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. നരേന്ദ്രമോദി എന്താ ചെയ്തത്? നരേന്ദ്രമോദി 7 സമിതികൾ ഉണ്ടാക്കി നയതന്ത്ര ഈ പറയുന്ന പോലെ നയതന്ത്ര ദൗത്യമായി ഏൽപ്പിച്ച് അവരെ ഓരോ രാജ്യങ്ങളിൽ അസൈൻ ചെയ്ത് അയച്ചു. ആരെയൊക്കെ അതിനകത്തേക്ക് ഉൾപ്പെടുത്തി? ശ്രദ്ധിച്ചു നോക്കിയോ? ശശി തരൂർ ഉൾപ്പെടുത്തി. മനസ്സിലായോ? സുപ്രിയ സുളെ, അതുപോലെ മറ്റേ തമിഴ്നാട്ടിലെ കനിമൊഴിയിൽ ഉൾപ്പെടുത്തി. ഇനി കേരളത്തിൽ നിന്ന് ആരെ ഉൾപ്പെടുത്തി? ജോൺ പിട്ടാസിനെ ഉൾപ്പെടുത്തി. എന്താ ജോൺ പിട്ടാസിനെ ഉൾപ്പെടുത്തി? എന്തുകൊണ്ടാണ് കെ സുധാകരനെയോ അല്ലെങ്കിൽ A റഹീമിനെയോ ഉൾപ്പെടുത്തായിരുന്നത്? അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ. അതുകൊണ്ട് നിങ്ങൾ അറിയേണ്ടത്, നിങ്ങൾക്ക് പറ്റുന്ന കാര്യമല്ലേ എന്ത് ചെയ്യാൻ പറ്റൂ, ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായ? ഇപ്പൊ നാളെ ശശി തരൂരിന് തിരുവനന്തപുരം പോലും മണ്ഡലം കൊടുത്തത് നല്ല കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കണേ. അല്ലാതെ ശശി തരൂരിനോട് പോയി പൊന്നാനി പോയി മത്സരിച്ചോളാൻ പറയാൻ പറ്റുമോ? ഇനി താങ്കളോട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ PK ബഷീർ ഏത് മണ്ഡലത്തിലാണ് താങ്കൾക്കറിയാലോ? ഏറനാട്. അവിടത്തേക്ക് പറ്റിയ സ്ഥാനാർത്ഥിയാണ് PK ബഷീർ. അതെ. അല്ലാതെ PK ബഷീർ ന്യൂഡൽഹി ചെന്ന് മത്സരിക്കാൻ പറ്റൂല. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അറിയേണ്ടത്, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കഴിവുകൾ അനുസരിച്ച് അവരെ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കമ്പനി ആണെങ്കിലും ഒരു പൊളിറ്റിക്സ് ആണെങ്കിലും ഒക്കെ ആളുകൾ ചെയ്യേണ്ടത്. അത് ചെയ്തില്ല. യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ പൊസിഷനും കാലിബറും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവന്യൂ നരേന്ദ്രമോദി കൊടുത്തത്. ആ കൊടുക്കുമ്പോൾ അത് സന്തോഷമായിട്ട് അദ്ദേഹം എടുത്തോട്ടെ എന്ന് വിചാരിക്കുന്നതിന് പകരം അദ്ദേഹമില്ലാത്ത 4 പേരുടെ ലിസ്റ്റ് ഒരു പാർലമെന്റിൽ നിന്ന് എടുക്കുന്ന നയതന്ത്ര സമിതിയിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കഷ്ടമെന്നല്ലാതെ മറ്റൊന്നും പറയാം. ഗുലാം നബി ആസാദ് പോയി, നേരത്തെ ഞാൻ പറഞ്ഞ മറ്റേ ഈ പല ആളുകളും, കപിൽ സിബിൽ പോയി, ഇതുപോലെ PS ആകുമ്പോൾ പോയി, ശരത് പവാർ പോയി, ഇനി K കരുണാകരൻ ഇടക്ക് വെച്ച് പറഞ്ഞു വിട്ടു, മറ്റേ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിനെ പറഞ്ഞു വിട്ടു, ഇനി ശശി തരൂരിനോട് പറഞ്ഞു വിട്ടാൽ ഗംഭീരമായിരിക്കും. യഥാർത്ഥത്തിൽ കേരളത്തിലുള്ള CPM-ഉം BJP-യും ഒക്കെ അത് വല്ലാതെ ആഗ്രഹിക്കുന്നു. അതാണ് സംഭവിക്കാൻ പോകുന്നത്.